ഹലോ, അസ്സലാമു അലൈക്കും. ഇത് കണ്ട നാൾ വെച്ചതിൻ്റെ പയറും വെണ്ടയ്ക്കൊക്കെ നല്ല ഉസാറിൽ വള്ളി വീശി തുടങ്ങി. നല്ല കരുത്തിൽ 2 ആഴ്ച ആയിപ്പോൾ അതൊക്കെ വെച്ചിട്ട്. 2 ആഴ്ചയിൽ ഒരാഴ്ച വെക്കുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലേസ് ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്ത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജൈവ സ്ലറി ഒഴിച്ച് കൊടുത്തി. അങ്ങനെ 2 ആഴ്ച കൊടുത്തു. പിന്നെ വെണ്ടക്ക തൈകളാണ് ഇതൊക്കെ നല്ലോണം കരുത്തിൽ നല്ലോണം മുട്ടിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചീരത്തൈ ഇനി നമുക്ക് ഈ 19 ഓരോ ടീസ്പൂൺ ഈ ആഴ്ച ഇട്ട് കൊടുക്കുക. 19 അല്ല 18 ഈ ടീസ്പൂൺ ഓരോ ടീസ്പൂൺ ഈ വെണ്ടൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടുകൊണ്ടൊന്ന് മണ്ണ് കളർത്തി കൊടുത്താൽ നല്ലോണം പിന്നെ കരുത്തിൽ തൈകൾ വരും. നല്ലോണം കരുത്തിൽ തൈകൾ വന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. നല്ല കായ്കളൊക്കെ നല്ലോണം കിട്ടും. അല്ലാതെ അടിയിൽ നിന്ന് കരുത്തില്ലാതെ വന്നാലാണ് ഒരു കായ് പിടിക്കാതെ നീണ്ടു പോവൽ. അപ്പോൾ ഞാൻ എല്ലാറ്റിനും 18 ഇട്ട് കൊടുത്ത്. ഈ 18 പിന്നെ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. അത് നല്ല കരുത്തിലും ഇതിലും വന്നാൽ പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് വെണ്ണൂറും മഞ്ഞളും കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചതാണ്. മഞ്ഞൾപ്പൊടിയും വെണ്ണൂറും കൂടി. ഇതിങ്ങനെ ഇതിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം കീടങ്ങളൊക്കെ വരുന്ന മുന്നേ തന്നെ ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ ഒരു അസുഖവും ഉണ്ടാവില്ല. ഒരു കീടങ്ങളും വരില്ല. എല്ലാം നല്ല കരുത്തിലും ഇതിൽ വളരും ചെയ്യും. കായ് പിടിക്കും. ചായയോ വരകളോ പിന്നെ ചായ് ഉറുമ്പ് പോലത്തെ കറുപ്പ് സാധനം അതൊന്നും വരില്ല. ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കീടങ്ങളോ അസുഖങ്ങളൊക്കെ വരുന്ന മുന്നേ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതിങ്ങനെ കുടഞ്ഞു കൊടുക്കുക. നല്ലതാണ്. ഓക്കെ, നന്ദി. കായ് വിളവെടുക്കുമ്പോൾ കാണിച്ചു തരേണ്ട ബാക്കി ഭാഗങ്ങൾ. എൻ്റെ നോമ്പിനുള്ള ഗോതമ്പ് അരിയൊക്കെ കഴുകി ഉണക്കാട്ട.